الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور റഹീം. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഓരോ ചലനങ്ങളും പ്രവർത്തനങ്ങളും അതിസൂക്ഷ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട് എന്ന ബോധ്യത്തോടെ തന്നെ ജീവിതത്തെ സദാ തഖ്വയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ മുത്തഖീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് തഖ്വയുള്ളവർക്ക് വേണ്ടി മാത്രം അവൻ തയ്യാർ ചെയ്തു വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഈ ലോകത്ത് നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ അതുല്യവും അനിർവചനീയവുമായ അനുഗ്രഹമാണ് നമുക്ക് ഹിദായത്ത് ലഭിക്കാൻ, ഹിദായത്തിന്റെ പാഠഭാഗങ്ങൾ നമുക്ക് ഓതിത്തരുവാൻ നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ടു എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറ ആല ഇംറാന്റെ 164 വചനത്തിൽ ആ പ്രവാചക നിയോഗം നിങ്ങൾക്ക് വളരെ മഹനീയമായ ഒരു അനുഗ്രഹമാണ് എന്ന് തന്നെ അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം
يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين لقد من الله على المؤمنين തീർച്ചയായിട്ടും സത്യവിശ്വാസികൾക്ക് അല്ലാഹു വലിയ ഒരു അനുഗ്രഹം ചെയ്തിരിക്കുകയാണ്. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അവർക്ക് നിയോഗിക്കുക വഴി. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്, ആ പ്രവാചകൻ വന്നുകൊണ്ട് പ്രവർത്തിച്ചത് എന്താണ്? അവർക്ക് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുത്തു. വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുത്തു. വയുഅല്ലിമുഹുൽ കിതാബ്, വിശുദ്ധ ഗ്രന്ഥം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. വൽ ഹിക്മ, സുന്നത്തും അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫി ളലാലിൻ മുബീൻ, ഈ പ്രവാചകൻ വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കൊടുക്കുന്നതിന് മുമ്പ്, ആ പ്രവാചകന്റെ നാവിലൂടെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വചനങ്ങൾ ഓതിക്കൊടുത്ത് അവരെ സംസ്കരിച്ചെടുക്കുന്നതിന് മുമ്പേ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫി ളലാലിൻ മുബീൻ, അവർ അങ്ങേയറ്റം വഴിപിഴച്ചുപോയ, വഴിതെറ്റിപ്പോയ ഒരു ജനവിഭാഗമായിരുന്നു എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മോശമായ റൂട്ടിലൂടെ സഞ്ചരിച്ച ഒരു വിഭാഗത്തെ സത്യമാർഗത്തിന്റെ സൽപാന്താവിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ നിങ്ങളിലേക്ക് നാം അയച്ച പ്രവാചകൻ, ആ പ്രവാചകൻ നിങ്ങൾക്ക് ലഖദ് മന്ന അല്ലാഹ്, അള്ള നൽകിയൊരു അനുഗ്രഹമാണ്. ഇതൊരു വിശ്വാസിയുടെ മനസ്സിൽ ഏത് സന്ദർഭത്തിലും ആ പ്രവാചകൻ നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സദാ പ്രവാചകനെ ഓർക്കാറുണ്ട് നമ്മൾ. മുഹമ്മദ് എന്ന പേര് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ അധരങ്ങൾ ചലിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടാണ്. ഓരോ ബാങ്കുലികളിലും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ആ പ്രവാചകന്റെ നാമം ഒഴിയുന്ന, പ്രഖ്യാപിക്കപ്പെടുന്ന ലോകത്ത് എമ്പാടും ആ പ്രഖ്യാപനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നമസ്കാരം നമുക്ക് പൂർത്തീകരിക്കണമെങ്കിൽ പ്രവാചകന്റെ പേര് ചൊല്ലാത്ത, പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരു നമസ്കാരം ഒരു വിശ്വാസിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ആ പ്രവാചകനുമായി ഒരു വിശ്വാസി അങ്ങേയറ്റം ബന്ധപ്പെട്ടെടുക്കുന്നു അവന്റെ ജീവിതത്തിലുടനീളം എന്നുള്ളതാണ് നമുക്കൊരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും ആ രീതിയിൽ തന്നെയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവനും ഒരു തുറന്ന പുസ്തകം പോലെ നമ്മുടെ മുമ്പാകെയുണ്ട്. പ്രവാചകൻ നടന്നത്, പ്രവാചകൻ ഇരുന്നത്, പ്രവാചകൻ ഉറങ്ങിയത്, പ്രവാചകൻ തന്റെ കുടുംബവുമായി ഇടപെട്ടത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളെക്കുറിച്ചും കൃത്യവും വ്യക്തവും സുവ്യക്തവുമായ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കപ്പെടുന്നുണ്ട്. വസ്തുനിഷ്ഠമായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം നിഷ്പക്ഷമായി പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിനകത്ത് പുഴുക്കുത്തുകൾ കാണാൻ സാധ്യമല്ല എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വിമർശിക്കാൻ വേണ്ടി പഠിച്ച വിമർശകർ പോലും രേഖപ്പെടുത്തി വെച്ചു എന്നുള്ളത് ആ പ്രവാചക ജീവിതത്തിന്റെ അത്ഭുതകരമായ ഏടുകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തിരിച്ചറിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധം, ആ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കുക എന്നുള്ളതൊക്കെ ഏറെ അനിവാര്യമായ കാര്യമാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ ഓരോരുത്തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾ പൂർണ്ണ വിശ്വാസിയാവുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ അല്ല, വന്നാസി അജ്മഈൻ, മുഴുവൻ ജനങ്ങളെക്കാളും ഞാനാവണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാവണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. ആ ഇഷ്ടം കൊണ്ടാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാവുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിന്റെ 6-ാമത്തെ വചനത്തിൽ
അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സർവ്വരേക്കാളും എന്നല്ല, ഭാര്യയേക്കാൾ എന്നല്ല, ഭർത്താവിനേക്കാൾ എന്നല്ല, മക്കളെക്കാളോ മാതാപിതാക്കളെക്കാളോ എന്നല്ല. അള്ളാഹു പഠിപ്പിക്കുന്നത് അന്നബിയ്യു, തീർച്ചയായിട്ടും ആ പ്രവാചകനുണ്ടല്ലോ, ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തത്തെക്കാൾ അവർക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സ്വന്തത്തെക്കാൾ, സ്വന്തം ശരീരത്തെക്കാൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, വിശ്വാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിക്കുന്നു. ഏത് രൂപത്തിലും നമ്മൾ ഇത് തിരിച്ചറിഞ്ഞതാണ്. ഇതിന്റെ ഹദീസുകളോ ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളോ ഒരുപാട് നമ്മൾ ഉദ്ധരിക്കേണ്ടതില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേ അറ്റം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്നുള്ളത് കൃത്യമായി ബോധ്യമുള്ളവരാണ്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവന് തുല്യം സ്നേഹിച്ച സ്വഹാബത്തുൽ കിറാം, പ്രവാചകനോടൊപ്പം ജീവിച്ച മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം, അവരൊക്കെ എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുയോട് ചോദിക്കപ്പെട്ടു, കൈഫ കാന ഹുബ്ബുക്കും ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയായിരുന്നു നിങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകനുമായുള്ള ബന്ധം, എങ്ങനെയായിരുന്നു ആ സ്നേഹബന്ധം എന്ന് ചോദിച്ചപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബാഇനാ വഉമ്മഹാതിനാ വമിനൽ മാഇൽ ബാരിദി അലൽ ളമ. നോക്കൂ, അലി റളിയല്ലാഹു അൻഹു പറയാൻ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകൻ അഹബ്ബ ഇലൈനാ, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു, ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു. എന്തിനേക്കാൾ? മിൻ അംവാലിന, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ. വല്ലാത്തൊരു വർത്തമാനമാണത്. നമ്മളൊക്കെ എപ്പോഴാ അള്ളാഹുവിന്റെ പ്രവാചകനെ ധിക്കരിക്കുന്നത്? എപ്പോഴാണ് ആ പ്രവാചകനോട് ഇഷ്ടം നമുക്ക് നഷ്ടപ്പെടുന്നത്? എപ്പോഴാണ് പ്രവാചകന്റെ ഹദീസ് ഉണ്ടെന്നും സുന്നത്താണെന്നും ഇത് പ്രവാചകൻ വിലക്കിയതാണെന്നൊക്കെ പറഞ്ഞാൽ കണ്ണടച്ചുകൊണ്ട് നമ്മൾ പോകുന്നത് എപ്പോഴാണ്? അത് സമ്പത്തിന്റെ വിഷയം വരുമ്പോഴാണ്. അതൊക്കെ നോക്കിയാൽ എങ്ങനെയാ ഇന്ന് ജീവിക്കാൻ പറ്റുക? സ്വഹാബത്ത് പറയുന്നു, മിൻ അംവാലിന, ഞങ്ങളുടെ ബിസിനസിനേക്കാൾ, ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ, ഞങ്ങളുടെ സമ്പാദ്യത്തെക്കാൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞങ്ങളുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. വഔലാദിന, ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഞങ്ങളുടെ മക്കളെക്കാൾ ഞങ്ങളേറെ ഇഷ്ടപ്പെട്ടിരുന്നത് ഞങ്ങളുടെ പ്രവാചകനെയാണ്. വആബാഇന വഉമ്മഹാതിന, ഞങ്ങളുടെ പിതാക്കളല്ല, ഞങ്ങളുടെ മാതാപിതാക്കളല്ല ഞങ്ങൾക്ക് പ്രവാചകനേക്കാൾ ഇഷ്ടപ്പെട്ടത്, അവരെക്കാളൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞങ്ങളുടെ പ്രവാചകനായിരുന്നു. വമിനൽ മാഇൽ ബാരിദി അലൽ ളമ, ദാഹിച്ച് പരവശനായി അണ്ണാക്ക് വരണ്ടിരിക്കുന്ന ഒരു സന്ദർഭമുണ്ടല്ലോ, ആ സമയത്ത് ഒരിറ്റു തണുത്ത ജലം കിട്ടുമ്പോ എത്രത്തോളം ആഹ്ലാദകരമാണത്, എത്രത്തോളം സന്തോഷകരമാണ്. പക്ഷെ അതിനേക്കാളും ഞങ്ങൾക്കിഷ്ടം ഞങ്ങളുടെ പ്രവാചകരെ ഒരു നോക്ക് കാണാനാണ്, ആ പ്രവാചകനുമായി കൂടുതൽ സമയം ചിലവഴിക്കാനാണ്, ആ പ്രവാചകനോടൊപ്പം ജീവിക്കുവാനാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സഹാബത്ത് സ്നേഹിച്ചതാണ്. നമ്മുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, വവല്ലാഹി മാ ശഅർതു ഖത്തു ഖബ്ല ദാലിക്കൽ യൗമ, അന്ന് ആ ദിവസത്തിന് മുമ്പ് എനിക്കറിയുമായിരുന്നില്ല, അന്ന അഹദൻ യബ്കി മിനൽ ഫറഹി, ഒരു ആൾ സന്തോഷം കൊണ്ട് കരയുമെന്ന് എനിക്കറിയുമായിരുന്നില്ല. കരച്ചില് വരും, സങ്കടം വരുമ്പോ, ദുഃഖം വരുമ്പോ, വേദന വരുമ്പോ, പക്ഷെ സന്തോഷം കൊണ്ട് ഒരു മനുഷ്യൻ കരയുമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റ പോകാൻ എന്റെ ഉപ്പാക്ക് അനുവാദം ലഭിച്ചപ്പോ, എന്റെ ഉപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അനുവാദം ലഭിച്ചപ്പോ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ ഒരു സന്തോഷമുണ്ട്, അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ ഒരു ആഹ്ലാദമുണ്ട്, അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായ സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത് സന്തോഷത്തിന്റെ ആധിക്യത്താൽ ഒരു മനുഷ്യൻ കരയുമെന്ന്. റഅയ്തു അബൂബക്കറിൻ യൗമഇദിൻ യബ്കി, എന്റെ ഉപ്പ അബൂബക്കറിനെ ഞാനൊന്ന് കണ്ടു യബ്കി, കരയുന്നതായിട്ട് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റ പോകാൻ അനുവാദം ലഭിച്ചപ്പോ ആ സന്തോഷം, എനിക്ക് ഹബീബിന്റെ കൂടെ പോകാമല്ലോ എന്ന സന്തോഷം, കുടുംബത്തെ വിട്ട്, നാട് വിട്ട്, സമ്പാദ്യം വിട്ട്, സുഹൃത്തുക്കളെ വിട്ട്, വീട് വിട്ട്, നാട് വിട്ടു പോവുകയാണ്. പക്ഷേ ആ പോകുന്നത് റസൂലുള്ളാഹിന്റെ കൂടെയാണെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം അബൂബക്കറിനുണ്ടെന്ന് ആ യാത്ര നമുക്ക് വായിച്ചാൽ അറിയാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുന്നുണ്ട്.
പ്രവാചകന്റെ പിന്നിലേക്ക് ഓടുന്നുണ്ട്. യാത്രയിലുടനീളം അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനോടൊപ്പമല്ല, അല്പം മുമ്പോട്ട് പോകും, അല്പം പിന്നോട്ട് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അബൂബക്കറെ ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ഒന്നിച്ച് നടക്കാതെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, അവിടെ എങ്ങാനും ശത്രുക്കളുണ്ടോ? അങ്ങേ ആക്രമിക്കാൻ അവർ ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? ആരെങ്കിലും പതിഞ്ഞിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ഞാൻ മുന്നോട്ടും പിന്നോട്ടും പോകുന്നത്, വല്ലാത്ത അസ്വസ്ഥനാകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായ അങ്ങേയറ്റം സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുമ്പോൾ, അതേ, അവരുടെ ജീവനല്ല ഉത്കണ്ഠാകുലരായിട്ടുള്ളത്, അവരുടെ ജീവിതത്തെ കുറിച്ചല്ല, മറിച്ച് എന്റെ ഹബീബിന്, എന്റെ പ്രവാചകന് വല്ലതും പറ്റുമോ, എന്റെ പ്രവാചകന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമോ, ഇതായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. തൽഹാ റളിയല്ലാഹു അൻഹു നമുക്കറിയാമല്ലോ, ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വധിക്കപ്പെട്ടു എന്ന കിംവദന്തി പരത്തപ്പെട്ടപ്പോ പല സ്വഹാബാക്കളും തന്നെ പിന്തിരിഞ്ഞോടി, വല്ലാത്ത ഭയപ്പാടോടുകൂടി പിന്തിരിഞ്ഞോടി. തൽഹാ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള കുറച്ച് സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുഭാഗത്ത് വട്ടം വളഞ്ഞു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സമയത്ത് തുൽഹാ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, യാ നബിയല്ലാഹ് ബിഅബി വഅൻത വഉമ്മി ലാ തുശ്രിഫു യുസീബുക സഹ്മുൻ മിൻ സിഹാബിൽ ഖൗൽ. പ്രവാചകരെ, താങ്കൾ കുനിഞ്ഞിരുന്നു കൊള്ളണം, ഞങ്ങളുടെ ഈ വളയത്തിനുള്ളിൽ അങ്ങ് കുനിഞ്ഞിരുന്നു കൊള്ളണം നബിയെ. ലാ തുശ്രിഫ്, അങ്ങ് തല ഉയർത്തി ഏന്തി നോക്കരുത്, തല ഉയർത്തി നോക്കരുത്. എങ്കിൽ യുസീബുക സഹ്മുൻ മിൻ സിഹാബിൽ ഖൗൽ, ശത്രുക്കളുടെ അമ്പുകൾ, ശത്രുക്കളുടെ കുന്തങ്ങൾ, അവരുടെ വാൾത്തലപ്പുകൾ അങ്ങേക്ക് ഏക്കും. നഹരി നഹരി ദൂന നഹരിക യാ റസൂലല്ലാഹ്, ശത്രുവിന്റെ വാൾത്തലപ്പുകൾക്ക്, ശത്രുവിന്റെ കുന്തമുനകൾക്ക് എന്റെ വിരിമാറി ഞാൻ വിരിച്ചു കൊടുക്കാം, അങ്ങ് തലപൊക്കി നോക്കരുതേ. അങ്ങേ കേൾക്കപ്പെടേണ്ട ആ അസ്ത്രത്തിന്റെ മുനകൾ എന്റെ നെഞ്ചിത ഞാൻ വിരിച്ചു നൽകുന്നു റസൂലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ച തൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. സഹാബത്തിന്റെ കൂട്ടത്തിൽ അൻസാരിയായ ഒരു സ്ത്രീ ഉഹുദിയ രണാങ്കണത്തിലേക്ക് കടന്നു വരുന്നു. അവരുടെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്, അവരുടെ ഭർത്താവ് മരണപ്പെട്ടിട്ടുണ്ട്, അവരുടെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്. ഈ വാർത്ത കേട്ടിട്ട് ഓടി വരികയാണ് ആ സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക്, ആ യുദ്ധക്കളത്തിലേക്ക് ഓടി വന്നുകൊണ്ട് അവരുടെ ചോദ്യം, എവിടെ എന്റെ ഭർത്താവ് എന്നല്ല, എവിടെ എന്റെ സഹോദരൻ എന്നല്ല, മാ ഫഅല റസൂലുള്ളാഹ് എന്റെ ഹബീബിന്, എന്റെ പ്രവാചകൻ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ എന്റെ പ്രവാചകൻ എന്ന് ചോദിച്ചപ്പോ സഹാബത്ത് പറഞ്ഞു, ഖൈറൻ യാ ഉമ്മി ഫുലാൻ ഹുവ ബിഹംദില്ലാഹി കമാ തുഹിബ്ബീൻ, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ അൽഹംദുലില്ലാഹ്, പ്രവാചകന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവർക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. അവര് പറഞ്ഞു, അറൂനിഹി ഹത്താ അൻദുറ ഇലൈ, എവിടെ എന്റെ പ്രവാചകൻ, ഞാനൊന്ന് കാണട്ടെ, അറൂനി, എനിക്ക് എന്റെ പ്രവാചകനെ ഒന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ആരാണ് ഈ പറയുന്നത്? ഭർത്താവ് മരണപ്പെട്ടു എന്ന് വാർത്ത കേട്ട്, സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്, തന്റെ മകൻ മരണപ്പെട്ടിട്ടുണ്ട്, അവരെവിടെ എന്ന് തിരിച്ചറിയാൻ വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഓടി വന്ന അവർക്കറിയേണ്ടത് എവിടെ എന്റെ ഭർത്താവ് എന്നല്ല, മറിച്ച് എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ. അവര് പ്രവാചകന് പ്രശ്നമില്ല എന്ന് കേട്ടിട്ടും അക്ഷമയായിക്കൊണ്ട് ഞാനൊന്ന് കണ്ടുകൊള്ളട്ടെ എന്റെ പ്രവാചകനെ എന്ന് പറഞ്ഞപ്പോ അവര് കാണിച്ചു കൊടുത്തു. ആ പ്രവാചകന് ഒരു നോക്കി കണ്ടപ്പോ അവര് പറഞ്ഞു, കുല്ലു മുസീബത്തിൻ ബഅദക ജലൽ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങ് സുരക്ഷിതനാണെങ്കിൽ, അങ്ങേക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എങ്കിൽ മറ്റെല്ലാ പ്രശ്നങ്ങളും എത്ര നിസാരമാണ് റസൂലേ എന്ന് പറയുമാറ് അവരെ മാറ്റിയെടുത്തതെന്താ? അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തത്തെക്കാൾ, ഭർത്താവിനേക്കാൾ, ഭാര്യയേക്കാൾ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, സർവത്തിനേക്കാളും അവർ ഇഷ്ടപ്പെട്ടത് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ആ സഹാബത്ത് പ്രവാചകരെ അങ്ങേയറ്റം സ്നേഹിച്ചവരാണ്, അങ്ങേയറ്റം സ്നേഹിച്ചവരാണ്. അതിന്റെ മാതൃകകൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മുഅ്മിനായി ജീവിക്കണമെങ്കിൽ, ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായി ജീവിക്കണമെങ്കിൽ ആ പ്രവാചകനെ സ്നേഹിച്ചേ മതിയാവൂ. ആ പ്രവാചകനോട് ഇഷ്ടം കൂടാതെ, ആ പ്രവാചകനെ സ്നേഹിക്കാതെ നമുക്ക് മുന്നോട്ട് പോവാൻ സാധ്യമല്ല എന്നും, ഒരു സത്യവിശ്വാസിയായി, യഥാർത്ഥ സത്യവിശ്വാസിയായി ജീവിക്കാൻ സാധ്യമല്ല എന്നുമാണ് പ്രവാചകന്റെ ഹദീസിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന്
വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച, സ്വന്തത്തെക്കാളേറെ സ്നേഹിച്ച, സർവത്തിനേക്കാളുമേറെ സ്നേഹിച്ച ചരിത്രങ്ങളാണ് നമുക്ക് ചരിത്രങ്ങളിൽ നിന്നും പ്രവാചക അധ്യാപനങ്ങളിൽ നിന്നും ഖുർആനിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടുകൂടെ നമ്മോടൊപ്പമില്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന് സുരക്ഷ നൽകുക, ആ പ്രവാചകനോടൊപ്പം ജീവിച്ചുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത് നമുക്ക് സാധ്യമല്ല. പിന്നെ എങ്ങനെയാണ് ഈ സ്നേഹം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം? എങ്ങനെയാണ് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത്? അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കൃത്യമായി കൊണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. നമ്മുടെ ജീവിതവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്തു നോക്കേണ്ടതുണ്ട്. എവിടെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ എന്റെ ജീവിതത്തിൽ ഉള്ളത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്നതിനെ കുറിച്ച് ഞാൻ ആമുഖമായി ഓതിവെച്ച സൂറത്ത് ആലി ഇമ്രാന്റെ 31-ാമത്തെ വചനം അല്ലാഹു പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് യഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പ്രവാചകരെ, നിങ്ങൾ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നവരാണ് എങ്കിൽ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. ആരെയാ പിൻപറ്റേണ്ടത്? പ്രവാചകനെ നിങ്ങൾ ഫോളോ ചെയ്യണം. പ്രവാചകനെ നിങ്ങൾ റോൾ മോഡലാക്കണം. പ്രവാചകനെ നിങ്ങൾ പിൻപറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതാണ് സത്യവിശ്വാസികൾ. ലോകത്തെവിടെയുമുള്ള ഓരോ സത്യവിശ്വാസിയും അവൻ ഇഷ്ടമുള്ളതുപോലെയല്ല അവന്റെ സംസാരങ്ങൾ, അവന് ഇഷ്ടമുള്ളതുപോലെയുള്ള കച്ചവടങ്ങളല്ല, അവന് ഇഷ്ടമുള്ളതുപോലെയുള്ള ബിസിനസ്സുകളല്ല, അവൻ ഇഷ്ടമുള്ളതുപോലെയുള്ള വസ്ത്രധാരണമല്ല. അവന്റെ ഇഷ്ടങ്ങളെക്കാൾ അവന് പ്രാമുഖ്യം കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്കാണ്. അപ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസിയായി യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത്, ഒരു യഥാർത്ഥ മുസ്ലിമായി തീരുന്നത്. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫത്തബിഊനി, നിങ്ങൾ പറയണം എന്നെ പിൻപറ്റണമെന്ന്. എന്നാലോ നബിയെ പിൻപറ്റണം. പ്രവാചകന്റെ കൽപ്പനകൾ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ, പ്രവാചകൻ ഏത് രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്, പ്രവാചകൻ എങ്ങനെയാണ് കുടുംബജീവിതം നയിക്കാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്, പ്രവാചകൻ എങ്ങനെയാണ് മാതാപിതാക്കളുമായുള്ള ബന്ധത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുള്ളത്, പ്രവാചകൻ എങ്ങനെയാണ് ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോടുള്ള കടപ്പാടുകളെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. സർവ്വ മേഖലകളിലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ. വിശ്വാസികളെ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിങ്ങൾക്കുണ്ട് ഉസ്വത്തുൻ ഹസന, അത്യുത്തമമായ മാതൃകയുണ്ട്.
നിങ്ങൾക്ക് ഉറങ്ങാൻ, നിങ്ങൾക്ക് പല്ല് തേക്കാൻ, നിങ്ങൾക്ക് കുടുംബ ബന്ധം പുലർത്താൻ, നിങ്ങളുടെ മാതാപിതാക്കളുമായി ഇടപെടാൻ, നിങ്ങൾക്ക് ഏത് മേഖലയിൽ നിങ്ങൾ വിരാജിക്കുന്നവരാവട്ടെ, പ്രവർത്തിക്കുന്നവരാവട്ടെ, അവിടെയൊക്കെ എങ്ങനെയാവണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ട്. നമുക്ക് തോന്നുന്നത് പോലെയല്ല. എ ടു സെഡ് നാം ഉണർന്നത് മുതൽ നമ്മുടെ ബെഡിലേക്ക് ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള മുഴുവൻ സന്ദർഭങ്ങളിലും നമ്മുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് മാതൃകയുണ്ട്. അത് പഠിക്കണം, അത് അന്വേഷിക്കണം, അത് അറിയണം, അത് ജീവിതത്തിലേക്ക്. അങ്ങനെയാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ ഈ കാലഘട്ടത്തിൽ സാധിക്കുക. ആ പ്രവാചകന്റെ സുന്നത്തുകളെ അനുധാവനം ചെയ്തുകൊണ്ട്, ആ പ്രവാചകന്റെ ചര്യകളെ അനുധാവനം ചെയ്തുകൊണ്ട് സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു സൂചിപ്പിച്ചില്ലേ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. ആ പ്രവാചകൻ ആ പ്രവാചകൻ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നത്, എന്തൊക്കെയാണ് നിങ്ങളോട് കൽപ്പിച്ചത്, എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നാണ് പ്രവാചകന്റെ അധ്യാപനം. അത് നിങ്ങൾ മാറോട് ചേർത്ത് പിടിക്കണം, അത് നിങ്ങൾ അണപ്പല്ലുകളെ കൊണ്ട് മുറുകെ പിടിക്കണം, അത് നിങ്ങൾ മുറുകെ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രായോഗിക ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരണം. ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും ഇതെന്റെ പ്രവാചകൻ വിരോധിച്ചതാണ്, ഇതെന്റെ പ്രവാചകന് ഇഷ്ടമില്ലാത്തതാണ്, ഇതെന്റെ പ്രവാചകൻ അരുതാത്തതാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെ ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ എങ്ങനെയാ? അതൊക്കെ പണ്ട്. ഇപ്പൊ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെയാ? അല്ല, അത് ഒഴിവാക്കാൻ ഒരു തരത്തിലുള്ള സങ്കോചങ്ങളുമില്ലാതെ അത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് പറയാം, നമ്മുടെ ഹബീബിനെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്, നമ്മുടെ ഹബീബിനെ നമ്മൾ ഇഷ്ടം വെക്കുന്നവരാണ്. അതല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്നാൽ പ്രവാചകന്റെ സുന്നത്തുകൾ ജീവിതത്തിലില്ലാത്ത, പ്രവാചകന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താതെ, പ്രവാചകൻ അരുതെന്ന് പഠിപ്പിച്ചതൊക്കെ ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പ്രവാചകനെ ഇഷ്ടം വെക്കുന്നു എന്ന് പറയാൻ സാധിക്കുന്നത്? അത് ഒരാൾക്കും സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പഠിപ്പിച്ചു അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവണം. ത്വാഅതുഹു ഫീമാ അമർ, ആ പ്രവാചകൻ കൽപ്പിച്ചതൊക്കെ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. വതസ്ദീഖുഹു ഫീമാ അഖ്ബർ, ആ പ്രവാചകൻ പഠിപ്പിച്ചതൊന്നും അറിയിച്ചു തന്നതൊക്കെ സത്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം പഠിപ്പിച്ചതല്ല അതൊന്നും. അതൊക്കെ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹിയാണ്, അല്ലാഹു പഠിപ്പിച്ചതാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേ രൂപത്തിൽ തന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെയാണ് നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കേണ്ടത്. ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയാം. പ്രവാചകനെ കൂടുതൽ പഠിക്കുക, പ്രവാചകനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു വിഷയം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ സമീപ പ്രദേശത്ത് കഴിഞ്ഞ 1-2 ആഴ്ചകളിലായി വളരെ പെട്ടെന്നുണ്ടായ 2 മരണങ്ങൾ നമ്മുടെ ഓരോരുത്തരെയും വളരെയധികം വേദനിപ്പിച്ച മരണമാണ്. ഒരു സഹോദരി ഒരു തെങ്ങ് വീണ് മരണപ്പെട്ടതും, അതുപോലെ തന്നെ ഉറക്കത്തിൽ മരണപ്പെട്ട ഒരു സഹോദരനും എല്ലാം നമുക്കറിയാം. പ്രായമേറെ ആയവരല്ല, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടവരല്ല, യുവതിയും യുവാവുമായിരുന്ന ആളുകൾ. അവരെ കുറിച്ച് അടുത്തറിയുന്ന ആളുകൾ പറഞ്ഞത് നല്ല ദീനീ ബോധമുള്ള സഹോദരിയായിരുന്നു എന്നാണ്, നല്ല രൂപത്തിൽ ജീവിക്കുന്ന ഒരു സഹോദരിയായിരുന്നു എന്നാണ്. സുബഹി നമസ്കാരത്തിന് നിത്യമായി എഴുന്നേൽക്കുന്ന സഹോദരനായിരുന്നു എന്ന. ഭാര്യ സുബഹിക്ക് എഴുന്നേൽക്കാതിരുന്നപ്പോ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് മരണപ്പെട്ടു എന്നതാ. സഹോദരങ്ങളെ, ഇതാണ് മനുഷ്യ ജീവിതം എന്നത് നമ്മൾ തിരിച്ചറിയണം. ഏത് സന്ദർഭത്തിലും ഈ ലോകത്ത് നിന്ന് നമ്മളൊക്കെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് പോകേണ്ടവരാണ്. പോയവരെ കുറിച്ച് ആദിയല്ല നമുക്ക് വേണ്ടത്, മറിച്ച് ഈ പോകുമ്പോ നമുക്ക് എന്തുണ്ട് കൈവശം? നമ്മുടെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട്, നമ്മുടെ ഹബീബിനെ അനുധാവനം ചെയ്തുകൊണ്ട്, ഹബീബിന്റെ ജീവിതചര്യകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നല്ല ഒരു മുസ്ലിമായി, നല്ല ഒരു സത്യവിശ്വാസിയായി നാളേക്ക് വേണ്ട മുൻകരുതലുമായി കൊണ്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ഏത് സന്ദർഭത്തിലും വരുമെന്നുള്ളതാണ് ഇത്തരം മരണങ്ങൾ നമ്മോട് പറയുന്നത്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാൻ കഴിയണം. നമുക്ക് വേണ്ടി നാളേക്ക് വേണ്ടി പരലോക വിജയത്തിന് വേണ്ട കാര്യങ്ങൾ സ്വരുക്കൂട്ടി വെക്കാൻ നമ്മുടെ ജീവിതത്തിൽ
ഇത്തരം മരണങ്ങളൊക്കെ നമുക്ക് ഒരു വാഴായിക്കൊണ്ട്, ഒരു ഉപദേശകനായിക്കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരണമെന്നുകൂടെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്കും സഹോദരനും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബർസഖി ലോകത്തേക്ക് അവർ പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ ബർസഖി ലോകം നീ സ്വർഗ്ഗപൂന്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്കും അവർക്കുമൊക്കെ നീ വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.